എല്ലാ മലയാളികൾക്കും ഒരുപോലെ പ്രിയപ്പെട്ട വാഴയിലയിൽ പൊതിഞ്ഞിട്ടുള്ള പൊതിച്ചോറ് നമുക്ക് റെഡിയാക്കാം. അതിന് വേണ്ടിയിട്ട് കറികൾക്കായിട്ട് ഞാനിവിടെ ഒരു വെള്ളരിക്ക പച്ചടി ഉണ്ടാക്കുന്നുണ്ട്. വെളിച്ചെണ്ണ ഒഴിച്ച് കടുക് പൊട്ടിച്ച് വെള്ളരിക്ക, ഉള്ളി, പച്ചമുളക് ഇട്ട് കറിവേപ്പില ഇട്ട് വഴറ്റിയ ശേഷം ഉപ്പൂടിട്ട് വഴറ്റിയ ശേഷം കുറച്ച് തേങ്ങയിലേക്ക് കടുക്, ജീരകം ഇട്ട് അരച്ച് നമ്മുടെ ഈ വഴറ്റിയ വെള്ളരിക്കയിലായിട്ട് ചേർത്ത് കൊടുത്ത് അതൊന്ന് നന്നായിട്ട് തേങ്ങയുടെ പച്ചമണം മാറുമ്പോൾ ആവശ്യത്തിന് തൈരും കൂടെ ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ടെങ്കിലുണ്ടല്ലോ നല്ല അടിപൊളി വെള്ളരിക്ക പച്ചടി റെഡിയായി. അപ്പം നമ്മുടെ സദ്യയുടെ മെയിൻ ഐറ്റവും ആദ്യത്തെ ഐറ്റവും ഇതാണ്. പിന്നെ നമുക്കൊരു അടിപൊളി ചമ്മന്തി റെഡിയാക്കി എടുക്കാം. വെളിച്ചെണ്ണയിൽ മുളക് വറുത്തെടുത്തതും അതിലേക്ക് ഇഞ്ചി, ചെറിയ ഉള്ളി, ഉപ്പ്, കുറച്ച് പുളി ഇട്ട് ഒന്ന് ചതച്ചെടുത്തതിന് ശേഷം ആവശ്യത്തിനുള്ള തേങ്ങയും കൂടെ ഇട്ട് നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം. ഞാനിവിടെ നന്നായിട്ട് അരച്ച് ഉരുട്ടിയെടുത്തിട്ടുണ്ട്. അത് മാറ്റി വെക്കാം. ഇനി നമ്മൾ ബീറ്റ്റൂട്ട് തോരനാണ് വെക്കുന്നത് കേട്ടോ. കുറച്ച് കളർഫുൾ ആവണ്ടേ. ഇനി അതിൽ വെളിച്ചെണ്ണ ഒഴിച്ച് കടുക് പൊട്ടിച്ച് ബീറ്റ്റൂട്ട്, പച്ചമുളക്, സവാള അരിഞ്ഞിട്ടത് കൊടുത്തതിന് ശേഷം കുറച്ച് മഞ്ഞൾപ്പൊടി, ഉപ്പ്, ആവശ്യത്തിന് തേങ്ങയിട്ട് നന്നായിട്ട് ഇളക്കി കൊടുത്ത് വെള്ളം ഒഴിക്കാതെ, വേണമെങ്കിൽ അടുക്കി പിടിക്കുന്ന പേടിയാണ്, കുറച്ച് കൈവെള്ളം തളിച്ച് കൊടുത്ത് തട്ടിപ്പൊത്തി വെച്ച് അടച്ചു വെക്കാം. ഇതൊക്കെ എല്ലാവർക്കും അറിയാം. എന്നാലും ചിലർ മഞ്ഞൾപ്പൊടി ഇടും, ചിലർ തേങ്ങ ഇടില്ല, അങ്ങനെയൊക്കെ ഉണ്ടല്ലോ. അപ്പോൾ കാണിക്കുമ്പോൾ വിശദമായിട്ട് കാണിക്കണമല്ലോ. അപ്പോൾ അങ്ങനെ 5 മിനിറ്റ് അടച്ച് വെച്ച് വേവിക്കുമ്പോഴേക്കും നമ്മുടെ ബീറ്റ്റൂട്ട് തോരൻ ഇവിടെ റെഡിയായി. ഇനി നമുക്ക് ഉരുളക്കിഴങ്ങ് പൊരിച്ചെടുക്കാം. അതിന് വേണ്ടിയിട്ട് കുറച്ച് എണ്ണയിലേക്ക് കുറച്ച് മുളക് പൊടിയും ഉപ്പും ഇട്ട് നന്നായിട്ടൊന്ന് മൂപ്പിച്ച് എടുത്ത ശേഷം നമ്മൾ ആവശ്യത്തിനുള്ള ഉരുളക്കിഴങ്ങും ഉള്ളിയും കൂടെ അരിഞ്ഞത് ഇട്ട് കൊടുത്ത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ഇത് ഇനി ഒരു 5 മിനിറ്റ് അടച്ച് വെച്ച് കുക്ക് ചെയ്യണം. അതിന് ശേഷം പിന്നെ തുറന്ന് വെച്ച് നല്ലതായിട്ട് മുരിയിച്ചെടുക്കണം. അപ്പോൾ ഇതേ അതും റെഡിയായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് പൊതി കെട്ടാം. വാഴയിലേക്ക് ഞാനിവിടെ നന്നായിട്ട് വാട്ടി നല്ല ചൂട് കുത്തരി ചോറ് വെച്ച് കൊടുത്തു. 2 ആൾക്കുള്ള ഒരു പൊതിയിൽ 2 ആൾക്കുള്ള ഫുഡാണ് വെക്കുന്നത് കേട്ടോ. ഇനി നമ്മുടെ തോരനും പച്ചടിയും ചമ്മന്തിയും കിഴങ്ങ് പൊരിച്ചതും കൂടെ നമ്മുടെ റെസിപ്പി എപ്പോഴും ഇടുന്ന നല്ല നാരങ്ങ അച്ചാറും വെച്ച് കൊടുക്കുന്നുണ്ട്. ചമ്മന്തിയുടെ സ്ഥാനം നമ്മളൊന്ന് മാറ്റി. ഇനി കുറച്ച് വാഴയിലയിൽ വാട്ടി ഞാനിവിടെ കുറച്ച് ബീഫ് വെച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. ബീഫ് റോസ്റ്റ് അതും വെച്ച്, പിന്നെ എനിക്ക് തണുത്ത പപ്പടം വളരെ ഇഷ്ടമായതുകൊണ്ട് കുറച്ച് പപ്പടവും കൂടെ പൊടിച്ച് വെച്ച് നല്ല മുറുക്കി ഇറുക്കി നല്ല ചുരുട്ടി നല്ല മുറുക്കി പൊതിഞ്ഞെടുക്കണം കേട്ടോ. അപ്പോൾ എല്ലാവരും ഇങ്ങനെ ചതുരത്തിലൊക്കെ പൊതിഞ്ഞെടുക്കുന്നതാണ്, എനിക്കിങ്ങനെ മുറുക്കി പൊതിഞ്ഞെടുക്കുന്നതാണ് ഇഷ്ടം. ഇനി ഞാനിവിടെ ഒരു 4 മണിക്കൂറിന് ശേഷമാണ് കേട്ടോ ഇത് തുറക്കുന്നത്. നമ്മളൊരു വഴി വരെ പോയിട്ട് വന്നതാണ്. അതിന് ശേഷം ഇതിങ്ങനെ തുറന്ന് കഴിയുമ്പോൾ ഉണ്ടല്ലോ നല്ല സ്മെല്ല് ഇപ്പോഴേ വരുന്നുണ്ട് കേട്ടോ. വാഴയിലൊക്കെ നല്ല വാടിയത് ഇപ്പോൾ കണ്ട് അത്രയും നേരെ ഇരുന്നതിൻ്റെ തന്നെ അറിയാനുണ്ട്. ഇത് കാണുമ്പോൾ ഉണ്ടല്ലോ ഇപ്പോൾ ഈ വീഡിയോ എഡിറ്റ് ചെയ്യുമ്പോൾ വരെ എനിക്ക് വായിൽ വെള്ളം വരും കേട്ടോ. ഇനി ഇതൊക്കെ കൂട്ടിക്കുഴച്ച് കഴിക്കുമ്പോഴുണ്ടല്ലോ എൻ്റെ പൊന്നേ എന്തൊരു ടേസ്റ്റാണ് അല്ലേ. മീൻ വേണമെങ്കിൽ ചേർക്കാം. മുട്ടയൊന്നും നമുക്ക് പൊതിക്കാത്ത വെക്കുന്ന ഇഷ്ടമല്ലാത്തതുകൊണ്ടാണ് ഞാൻ മുട്ട വറുത്ത് വെക്കാഞ്ഞത്. അപ്പം എങ്ങനെ കൊതി വരുന്നില്ല.